ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സാധനങ്ങളൊന്നും പുറത്തങ്ങനെ പോയി വാങ്ങാൻ പറ്റില്ല, പ്രത്യേകിച്ച് ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ്. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉള്ളൊരു കാര്യമായിരിക്കുമല്ലേ, A4 ഷീറ്റ്സോ ഏതെങ്കിലും കളർ ഷീറ്റ്സൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ക്രാഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ഏതെങ്കിലും പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിലുള്ളത് ഒരു ചെറിയൊരു പിക്ചറാണ്, അപ്പോൾ അത് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഈ ഒരു 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നത് ഓപ്ഷനിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പിക്ചറിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല കേട്ടോ. പേപ്പറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇടുന്നുണ്ട്. 4 ഭാഗത്തായിട്ട് 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 1.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഫോട്ടോ ഫ്രെയിമിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന പോർഷനാണ്. അപ്പോൾ അത് 1.5 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ ആവശ്യമനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഈ 1.5 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഒരു സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ മുകൾ ഭാഗത്തേക്ക് എത്രയാണ് എടുത്തത് അതിനേക്കാളും ഒരു 0.5 കുറവായിട്ട് വേണം അടുത്ത സ്പേസ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ 1.5 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്ത് ലൈനൊക്കെ ഇട്ട് വരച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പാണ്. അത് ഈ 4 ഭാഗത്തും വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതായത് 1.5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, വീണ്ടും ഒരു 1.5 സെൻറ്റിമീറ്റർ, പിന്നെ 1 സെൻറ്റിമീറ്റർ. ഈ ഒരു 4 ഭാഗമാണ് നമുക്ക് വേണ്ടത്. 4 സൈഡിലേക്കും വേണ്ടിയിട്ടുള്ള അളവാണിത്. പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും 1.5 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും ഗ്യാപ്പ് ഇട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറയുന്നത് വീണ്ടും ഒരു 1.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ലാസ്റ്റ് മാർക്ക് ചെയ്ത 1.5 സെൻറ്റിമീറ്ററിൻ്റെ ആ ഭാഗത്തു നിന്ന് നമുക്ക് സൈഡിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്.
എല്ലാ ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻസ് കറക്റ്റ് ലെവൽ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. പേപ്പർ ഫ്രെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മെഷർമെൻ്റ് ആണ്. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പേപ്പർ ഫ്രെയിം കിട്ടില്ല. നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ന്യൂസ് പേപ്പറിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നല്ലൊരു പേപ്പർ വെച്ച് ചെയ്ത് നോക്കുക. ചാർട്ട് പേപ്പറൊക്കെ വിൽക്കുന്ന കടയിൽ ചാർട്ട് പേപ്പറിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പേഴ്സ് കിട്ടും. അപ്പോൾ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിയിൽ ധരിക്കും. ഇനി പതുക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് മടക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പിക്ചർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ഫോൾഡിങ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ കോർണർ ഭാഗങ്ങളിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഒരിക്കലും നമ്മൾ നന്നായി പ്രസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ കയ്യിലുള്ളത് A4 ഷീറ്റാണ്. അപ്പോൾ അതിനധികം വലിയ കട്ടിയൊന്നുമില്ല. ഇതാണ് നമ്മുടെ പേപ്പർ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ 2 കളേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മുമ്പ് എടുത്ത 1.5 സെൻറ്റിമീറ്ററാണ് ഈ മുകൾ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ സൈഡ് ഭാഗത്തും വന്നിട്ടുണ്ട്. ഈ ഒരു പേപ്പർ ഫ്രെയിം നമുക്ക് ചുമരിൽ ഇതുപോലത്തെ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുട്ടികൾ വരയ്ക്കുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ് ഇതുപോലത്തെ ചെറിയ ഫ്രെയിംസിലാക്കിയിട്ട് അവരുടെ റൂമിലൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും വീണ്ടും ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ ഫ്രെയിം എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.